നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം പ്രത്യേക ക്യാമ്പിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം നിർവഹിച്ചു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന മാലിന്യമുക്ത നവകേരളം പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. PR മന്ദിരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു. ുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു കർശനമായ നിയന്ത്രണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കി വരുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തുമായിട്ട് നടന്നുകൊണ്ടും ഇരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എന്ത് പരിപാടിയായാലും അത് കാര്യക്ഷമമാക്കണമെങ്കിൽ നമ്മുടെ ജനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഏറ്റവും പ്രധാനികളാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമ്മുടെ പഞ്ചായത്തിൽ 21 വാർഡുകൾ 42ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ശേഖരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജൈവ മാലിന്യം, അതേപോലെ തന്നെ അജൈവ മാലിന്യ സംസ്കരണം എന്ന നിലയിൽ പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ 2 പഞ്ചായത്ത് തലത്തിലുണ്ട് MCFകൾ സ്ഥാപിച്ചുകൊണ്ടും, അതേപോലെ തന്നെ വാർഡുകളിൽ മിനി MCF, ബോട്ടിൽ ബൂത്ത്, അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ. അതോടൊപ്പം നമ്മുടെ ജനങ്ങളുടെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഹിജ P അധ്യക്ഷത വഹിച്ചു. 21 വാർഡുകളിലായി 2 വിധ ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയമിച്ചുകൊണ്ട് നല്ല കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമുക്കറിയാം നമ്മൾ 100% തന്നെ കൈവരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഹരിതകർമ്മ സേനാംഗങ്ങളും പൊതുപ്രവർത്തകരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമുക്കിപ്പോൾ വലിച്ചെറിയൽ എന്നുള്ള സംസ്കാരത്തിൽ നിന്ന്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാഗർ സ്കോർ കാർഡിനെ കുറിച്ച് അവതരണം നടത്തി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീവത്സൻ മാസ്റ്റർ, പുരുഷോത്തമൻ കോമത്ത്, ശുചിത്വ മിഷൻ RP സുരേഷ് കുമാർ MK, ഹരിത കേരള മിഷൻ RP ബാലൻ വയലേരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിന് HC സയ്യിദ് സ്വാഗതവും VO സോഫിയ VP നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ ഫൈസൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചകൾ നടന്നു. സമഗ്ര ന്യൂസ് പാനൂർ.